Hi guys, welcome to my YouTube channel. നമ്മൾ ഇന്ന് നോർത്ത് ഇന്ത്യൻ ഫ്ലേവേഴ്സ് എക്സ്പ്ലോർ ചെയ്യാൻ പോവാ. അപ്പൊ നമ്മൾ എവിടെയാ പോകുന്നത് നമുക്ക് നോക്കിയാലോ. Let's go. അപ്പോൾ നമ്മൾ വന്നേക്കുന്ന കൈലാഷ് പർവ്വതത്തിലാണ്. ഇവിടുത്തെ നോർത്ത് ഇന്ത്യൻ ഡിഷസിനാണ് പ്രത്യേകത ഉള്ളത്. അപ്പൊ നമ്മൾ അത് ട്രൈ ചെയ്യാനാണ് ഇവിടെ വന്നിട്ടുള്ളത്. Kailash Parvat 65 branches across 8 countries, and they promise to provide the most tasty, delicious food which have authentic North Indian flavors. കൂടുതൽ ഓപ്ഷൻസും നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ കാണുന്ന നമ്മുടെ ഡൽഹിയിലെ ചോലെ ഭട്ടൂരെ, ബോംബെയിലെ വടാപ്പാവ്, ഇങ്ങനത്തെ ഐറ്റംസ് ആണ്. ചാട്ട് ഐറ്റംസും പിന്നെ അമൃത്സരി കുൽച്ച ഇതൊക്കെയാണ് ഇവർ പ്രൊവൈഡും ചെയ്യുന്നത്. പ്ലസ് ചൈനീസ് ഭക്ഷണമുണ്ട്. അപ്പം നമ്മൾ ഒത്തൻറ്റിക് കുറച്ച് സാധനങ്ങളാണ് കഴിക്കാൻ പോകുന്നത്. ലൈക്ക് നമ്മൾ ഡൽഹിയിലെ ചോലെ ഭട്ടൂര ട്രൈ ചെയ്യും, മുംബൈ വടാപ്പാവ് ട്രൈ ചെയ്യും, ആൻഡ് ദെൻ നമ്മൾ വേറെ എന്തെങ്കിലും കൂടി ട്രൈ ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. ലെറ്റ്സ് സീ. സോ ഒരു ചില്ലി ഗുവാവ ട്രൈ ചെയ്യാം. ചായ വേണോ? ഒരു ചായയും ഒരു ചില്ലി ഗുവാവ. ആൻഡ് ഫോർ സ്റ്റാർട്ടേഴ്സ് നമുക്ക് ഒരു ടിക്കി ചാട്ട് പിന്നെ ഒരു വടാപ്പാവും കൂടി തരാം അല്ലേ. ആൻഡ് ദെൻ വിൽ ഹാവ് ചോലെ ഭട്ടൂര. സിസ്ലേഴ്സും ഉണ്ട് ഇവിടെ. ദാറ്റ്സ് അമേസിങ്. അതായത് ഇവിടെ നോർത്ത് ഇന്ത്യൻ, നമ്മുടെ നോർത്ത് ഇന്ത്യൻ ഡിഷസ് മാത്രമല്ല, ഒരു കോമ്പിനേഷൻ ഓഫ് ചൈനീസ് ആൻഡ് എന്താ പറയുക, തായ്, ഇറ്റാലിയൻ എല്ലാം ഉണ്ട്. ആക്ച്വലി പിസ്സ ഉണ്ട്, പാസ്ത ഉണ്ട്, യൂറോപ്യൻ ഡിഷസ് ഉണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എന്തായാലും ഒത്തന്റിക് ആയിട്ട് 2-3 ഡിഷസ് ട്രൈ ചെയ്യാം. അതായത് നമ്മുടെ Mumbai ka vada pav, Delhi the chole bhature, and then we'll have something like ഒരു ചാട്ട് ട്രൈ ചെയ്യാം, ടിക്കി ചാട്ട് ട്രൈ ചെയ്യാം, and then we'll have something Chinese because Chinese and the favorite cuisine. So we'll have some noodles or fried rice or something like that. Okay? So ഈ കൈലാഷ് പർവ്വത് എന്ന് പറയുന്നത് വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആണ്. ആൻഡ് ഇൻ ഇന്ത്യയിൽ തന്നെ അത് മുംബൈ, ബാംഗ്ലൂർ, ചെന്നൈ, കൊച്ചിൻ, ഊട്ടി, സേലം, തിരുപ്പൂർ, വെല്ലൂർ, വിജയവാഡ ഇതുപോലത്തെ സ്ഥലത്തുണ്ട്. അത് കൂടാതെ അത് ജർമ്മനിയിലുണ്ട്, കാനഡയിലുണ്ട്, USA-യിലുണ്ട്, ഹോങ്കോങ്, സിംഗപ്പൂർ, ഖത്തർ, മലേഷ്യ, സ്വിറ്റ്സർലാൻഡ്, സൗദി അറേബ്യ ആൻഡ് ഓൾസോ ഇൻ നെതർലാൻഡ്സ്. അമേസിങ്. അപ്പം നിങ്ങൾക്ക് എവിടെ ചെന്നാലും ഈ ലോകത്ത് വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്ന ആൾക്കാർക്ക് കൈലാഷ് പർവ്വതത്തിൽ പോവാം. ഇഫ് യു റിയലി മിസ് ഇന്ത്യൻ ഫുഡ്. ഇത് പുറത്തുള്ളവർക്കാ, ഇന്ത്യയിലുള്ളവർക്കല്ല. ഇതൊക്കെ കുറെ ഡെസേർട്ട് ഓപ്ഷൻസും ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഡെസേർട്ടും ട്രൈ ചെയ്യും. ഈവൻ ദോ ഞങ്ങൾ ഡയറ്റിലാണെങ്കിൽ പോലും പുറത്ത് വന്നേലേ അപ്പൊ നമ്മള് മുതലെടുക്കാനുള്ള അവസരം. അപ്പൊ ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്ന ഇവിടുത്തെ, എനിക്ക് മലായ് കുൽഫി ട്രൈ ചെയ്യാനുണ്ട്, പിന്നെ എനിക്ക് ഇവിടുത്തെ റോയൽ ഫലൂദയും ട്രൈ ചെയ്യണം. അപ്പൊ ഞാൻ 2 ഓർഡർ ചെയ്യും. ബിക്കോസ് ഞങ്ങൾ 2 പേരുണ്ടല്ലോ, എനിക്ക് 2 കഴിക്കാം. ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി. അപ്പൊ ഇതാണ് chili guava. Amazing, refreshing. Not too spicy, not too sweet. Try it. നമ്മൾ ടിക്കി ചാട്ടാണ് ട്രൈ ചെയ്യുന്നത്.
ഫ്ലേവേഴ്സ് കൊള്ളാം, പക്ഷെ ടിക്കി ഇച്ചിരി ഡ്രൈ ആണ്. ആ ഒരു ജ്യൂസിനെസ് ഉണ്ടല്ലോ അത് വന്നിട്ടില്ല. പക്ഷെ അതിൻ്റെ ആ ഒരു ഫ്ലേവേഴ്സിൻ്റെ എക്സ്പ്ലോഷൻ ഇല്ലേ അത് ടോപ്പ് നോച്ചാണ്. അതായത് സ്വീറ്റ്, സോൾട്ടി, ടാങ്കി എല്ലാം ഉണ്ട്. പക്ഷെ ടിക്കി കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റ് ആയിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ റിയലി അമേസിംഗ്. ബട്ട് ഇറ്റ്സ് ഓക്കെ. ദിസ് ഈസ് ബോംബെ വടാപാവ്. ഇത് ഒത്തൻറ്റിക് വടാപാവ് ടേസ്റ്റ് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. But let's see how this one tastes. അതെ, നമ്മുടെ ചോലെ ഭട്ടൂര ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒപ്പം സാലാഡും ഉണ്ട്. ചോലെ ഭട്ടൂര ഞങ്ങൾ രണ്ടുപേരുടെയും പേഴ്സണൽ ഫേവറേറ്റ് ആണ്. എനിക്ക് ഇഷ്ടമാണ്, ബട്ട് എൻ്റെ ഹസ്ബൻഡിനും ഇത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ചോലെ ഭട്ടൂര. ഇത് ബോംബെ വടാപാവ് ആണ് ഇവർ പറയുന്നത്. ഇത് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇതിൻ്റെ അകത്ത് ആ വട ഉണ്ടല്ലോ, അകത്തെ ആ പൊട്ടാറ്റോയുടെ നല്ല ക്രിസ്പിയാണ്, നല്ല ജ്യൂസിയാണ്, നല്ല ഫ്ലേവർഫുള്ളാണ്. ദിസ് ഈസ് റിയലി നൈസ്. ഇവിടെ നമുക്കൊരു മുളക് പൊടി കഴിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണോ ഒത്തൻറ്റിക് ഫ്ലേവേഴ്സ് എനിക്കറിയത്തില്ല. ഒത്തൻറ്റിക് ബോംബെ വടാപാവ് ഇങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല. ബട്ട് ദിസ് വൺ ഇസ് റിയലി ഗുഡ്. ഇതിന് ഞാൻ on 10 I'll give it 10. ഓക്കെ, നമുക്ക് ഈ നെക്സ്റ്റ് ഭട്ടൂര ട്രൈ ചെയ്ത് നോക്കാം. ഭയങ്കര വലുതാണ്. ഞങ്ങളിതിന് ഹാഫ് ആക്കാം. എങ്ങനെയൊക്കെയോ ഞാൻ ഹാഫ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ഇതിൻ്റെ ചന മസാല എടുക്കാം. ചോലെ and also salad. Okay, ഞാൻ ഫസ്റ്റ് ബൈറ്റ് എടുത്ത് നോക്കാം. ഡൽഹിയിലെ ചോല ഭട്ടൂര ഞാൻ കുറേ വട്ടം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഓത്തൻറ്റിക് ഫ്ലേവർ ഉണ്ടെന്ന്, ആ ടേസ്റ്റിന് എനിക്കൊരു ഐഡിയ ഉണ്ട്. അപ്പം ലെറ്റ്സ് സീ ഇത് അതുമായിട്ട് സിമിലർ ആണോ. ചോല കുറച്ച് മസാല കൂടിയൊരു ടേസ്റ്റാണ്. ഡൽഹിയിലെ ചോല അത്രയും എന്താ പറയുക, ഇത്രയും മസാലയില്ല. അതിൻ്റെ ഇപ്പോൾ കളർ കണ്ടാൽ തന്നെ നമുക്ക് അറിയിച്ച് മസാല കൂടിയിട്ടുണ്ട്. ബട്ട് ഭട്ടൂര ഇസ് വെരി നൈസ്. ഡൽഹിയിലെ ചോല ഭട്ടൂര എന്ന് പറയുമ്പം ചോല എനിക്ക് അത്രയും പ്രോപ്പറായിട്ട് തോന്നിയിട്ടില്ല ഡൽഹിയിലെ ചോല പോലെ.
but bhatura is good enough. It's not bad, it's good. നമുക്ക് രണ്ടുപേർക്കും പണ്ടത്തെ കപ്പാസിറ്റി ഇല്ല, അതുകൊണ്ട് ഞങ്ങൾ ചൈനീസ് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു, ഡെസേർട്ട് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ ഞാൻ പറയാം ഒന്നും വേണ്ട, മതി കഴിച്ചിട്ടങ്ങ് പോവാതെ. ഞാൻ പണ്ട് ഓർക്കുന്നില്ലേ ഇത്രയും വലിയ ഭട്ടൂര ഒരെണ്ണം കഴിച്ചിട്ട് എനിക്ക് തികയാതെ നമ്മൾ വീണ്ടും ഒരെണ്ണം ഓർഡർ ചെയ്തത്. ഇപ്പൊ ഒരു ഭട്ടൂര നമ്മൾ ഹാഫ് ആക്കിയിട്ട് പോലും നമുക്ക് മതിയായി. മഴ ഡയറ്റൊക്കെ ചെയ്യുന്നുണ്ടാന്ന് തോന്നുന്നു, കപ്പാസിറ്റി ഒന്നും ഇല്ലാത്ത. അപ്പൊ ഗൈസ് ഞങ്ങൾ കഴിച്ചിട്ടിറങ്ങി. ഞാൻ പറഞ്ഞ പോലെ ഞങ്ങൾ ചോലെ ഭട്ടൂരയും ബോംബെ വടപ്പാവാണ് മെയിൻലി ട്രൈ ചെയ്യാൻ വന്നത്. ചോലെ ഭട്ടൂര ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ചോലെ അത്രയും എന്താ പറയാ ഭയങ്കര മസാലയും ഭയങ്കര സ്പൈസി ആയിരുന്നു. പക്ഷെ ഭട്ടൂര വാസ് സോഫ്റ്റ് ആൻഡ് ഗുഡ്, ക്രിസ്പി ആയിരുന്നു. വടാപ്പാവ് വന്നത് ഹാൻഡ് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. ഒത്തന്റിക് അങ്ങനെയാണോ എന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ ഇവിടുത്തെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞങ്ങൾ ഡെസേർട്ടും പിന്നെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചാ, പക്ഷെ ഞങ്ങൾക്ക് വയറ് നിറഞ്ഞു പോയി, അതുകൊണ്ട് ഞങ്ങൾ ഒന്നും ട്രൈ ചെയ്തില്ല. ബട്ട് ഐ ഹോപ്പ് ഡെസേർട്ടും ഒക്കെ നല്ലതായിരിക്കും. പിന്നെ ഡെസേർട്ടിൽ ഞങ്ങൾ ഓപ്ഷൻ നോക്കിയപ്പോ അങ്ങനെ ഒത്തന്റിക് നമ്മുടെ എന്താ പറയാ നോർത്ത് ഇന്ത്യയിൽ കിട്ടുന്ന പ്രത്യേകിച്ച് ഡെസേർട്സ് ഒന്നും ഇല്ലായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന സാധനം ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് പിന്നെ ഞങ്ങളത് ട്രൈ ചെയ്തില്ല. അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.